ഹലോ ഗായ്സ്, ഡേ 68 ആണ്. ഈ ദിവസം സുജിലിന് വേണ്ടിയുള്ള ദിവസം എന്ന് ഞാൻ പറയും. ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഒരു കോള് കണ്ടു. സുജിലിൻ്റെ കോളായിരുന്നു. സുജിൽ പറഞ്ഞു, അണ്ണാ അന്ന് വർക്കൗട്ട് ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലൊരു വീഡിയോ നമുക്ക് ഒന്നുകൂടി എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഫ്രീ ആകുമ്പോൾ വരാൻ പറഞ്ഞു തീർന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പം സുജിലിൻ്റെ വണ്ടി വീടിൻ്റെ ഫ്രണ്ടിലെത്തി. പിന്നെ നടന്നതാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഫോക്കസ് പാഡ് എടുത്ത് പിടിക്കുക, അവൻ കുറേ കിക്ക് ചെയ്യാനുണ്ടെന്ന്. ഞാൻ ഫോക്കസ് പാഡ് എടുത്ത് പിടിച്ചത് മാത്രമേ ഉള്ളൂ. അവൻ ഇഷ്ടമുള്ള കിക്കുകളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്ലിംഗ് ചെയ്തു. പിന്നെ പുഷപ്പ്, ഫിംഗർ പുഷപ്പ്, നോർമൽ പുഷപ്പ്, വൺ ഹാൻഡ് പുഷപ്പ് എല്ലാം ട്രൈ ചെയ്തു. അതിനുശേഷം നേരെ ബാക്ക് ബെൻഡിലേക്ക് പോയി. ബാക്ക് ബെൻഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ സ്കിപ്പ് റോപ്പ് വർക്കൗട്ട് ചെയ്യുമ്പോൾ സുജിൽ 20 kg വെയിറ്റ് ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റൗണ്ട് ഹോസ് കുറച്ച് നേരം ട്രൈ ചെയ്ത് നോക്കി. ഏകദേശം ഒരു 30 കൗണ്ട് റൗണ്ട് ഹോസ് കുറച്ച് നേരം ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം നേരെ പോയത് സ്പിന്നിങ് സൈഡ് കിക്കിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് പോയത് പഞ്ചിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. സുജിലാണ് പഞ്ച് ചെയ്തത്. 1 മിനിറ്റോളം പഞ്ചിൻ്റെ സെക്ഷൻ കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഞഞ്ചക്കോ സ്റ്റിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ സുജിൽ പറഞ്ഞു അവൻ മുദ്ഗർ ചെയ്തിട്ട് കുറച്ച് ദിവസമായി, അവന് മുദ്ഗർ ചെയ്യണമെന്ന്. അങ്ങനെ സുജിൽ മുദ്ഗർ ചെയ്തപ്പോഴത്തേക്കും ഞാനൊരു ബാർബൽ വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ജമ്പ് ചെയ്ത് ഡബിൾ ലെഗ് കിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജമ്പ് ചെയ്ത് ഡബിൾ ലെഗ് കിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നഞ്ചക്കിലേക്കായിരുന്നു. സുജിൽ അത്യാവശ്യം നല്ല രീതിയിൽ നഞ്ചക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നഞ്ചക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പരിഭവം ഇത്തവണത്തെ വീഡിയോയിൽ അങ്ങ് തീർത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കാർട്ടുവീലിലേക്കാണ്. കാർട്ടുവീൽ കുറച്ച് നേരം ചെയ്തിട്ട് സ്റ്റിക്ക് എടുത്ത് വീശാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം സ്റ്റിക്ക് വീശി നോക്കി. പിന്നീട് പോയത് ലാസ്റ്റ് സെക്ഷനായ കാലിസ്തനിക് സെക്ഷനിലേക്കായിരുന്നു. ആദ്യമേ ക്രോപ്പോസും പിന്നെ എൽസിറ്റും അതിനുശേഷം എൽബോ ലിവറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വർക്കൗട്ട് കഴിഞ്ഞ് ഞാനാണെങ്കിൽ നല്ല നീണ്ട് നിവർന്നം കിടന്നു. ഇങ്ങനെ കിടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.